സംഖ്യാപുസ്തകം 2-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിലെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങേണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങേണം. യഹൂദാ പാളയത്തിന്റെ കൊടിക്കീഴിലുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിനു നേരെ പാളയമിറങ്ങേണം. യഹൂദയുടെ മക്കൾക്ക് അമീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 74,500 പേർ. അവന്റെ അരികെ ഇസ്സാഖാർ ഗോത്രം പാളയമിറങ്ങണം. ഇസ്സാഖാറിന്റെ മക്കൾക്ക് സൂവാരിന്റെ മകൻ നെഥനയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബൂലൂൻ ഗോത്രം, സെബൂലൂന്റെ മക്കൾക്ക് ഹേലോന്റെ മകൻ ഏലിയാബ് പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 57,400 പേർ. യഹൂദാ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടേണം. രൂബേൻ പാളയത്തിന്റെ കൊടിക്കീഴിലുള്ളവർ ഗണം ഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങണം. രൂബേന്റെ മക്കൾക്ക് ശെദയൂരിന്റെ മകൻ എലീസൂർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 46,500 പേർ. അവന്റെ അരികെ ശിമിയോൻ ഗോത്രം പാളയമിറങ്ങണം. ശിമിയോന്റെ മക്കൾക്ക് സുരീശദായുടെ മകൻ ശെലൂമിയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം, ഗാദിന്റെ മക്കൾക്ക് യെരൂവേലിന്റെ മകൻ ഏലിയാസാഫ് പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,50,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടേണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടേണം. എഫ്രൈം പാളയത്തിന്റെ കൊടിക്കീഴിലുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രൈമിന്റെ മക്കൾക്ക് അമീഹൂദിന്റെ മകൻ എലീശാമ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 40,500 പേർ. അവന്റെ അരികിൽ മനശ്ശെ ഗോത്രം പാളയമിറങ്ങണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗെമലിയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 30,200 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമീന്റെ മക്കൾക്ക് ഗിദെയോനിയുടെ മകൻ അബീദാൻ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 35,400 പേർ. എഫ്രൈം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,88,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടേണം. ദാൻ പാളയത്തിന്റെ കൊടിക്കീഴിലുള്ളവർ ഗണം ഗണമായി വടക്കു ഭാഗത്ത് പാളയമിറങ്ങണം. ദാന്റെ മക്കൾക്ക് അമ്മീശദായുടെ മകൻ അഹിയേസർ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 60,700 പേർ. അവന്റെ അരികിൽ അശോർ ഗോത്രം പാളയമിറങ്ങണം. അശേരിന്റെ മക്കൾക്ക് ക്രോന്റെ മകൻ പഗിയേൽ പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭു ആയിരിക്കണം. അവന്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടേണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി
എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,3550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബമായും കുലമായും പുറപ്പെട്ടു. ഇങ്ങനെ 2-ാം അധ്യായം അവസാനിക്കുന്നു.